ആശാ വർക്കർമാരോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെ താലൂക്ക് ആശുപത്രി പടിക്കൽ പ്രതിഷേധ സമരം നടത്തി. INTUC കോതമംഗലം റീജിയണൽ കമ്മിറ്റിയുടെയും കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് കോൺഗ്രസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ധർണ സംഘടിപ്പിച്ചത്. കേരളത്തിലെ ആശാവർക്കർമാരോടുള്ള സർക്കാർ അവഗണന അവസാനിപ്പിക്കുക, ആശാവർക്കർമാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുക, മറ്റ് ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് INTUC കോതമംഗലം റീജിയണൽ കമ്മിറ്റിയുടെയും കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് കോൺഗ്രസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കോതമംഗലം താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധ സമരം നടത്തിയത്. INTUC റീജിയണൽ പ്രസിഡന്റ് ഇൻചാർജ് KC മാത്യൂസ് അധ്യക്ഷനായി. ശശി കുഞ്ഞുമോൻ സ്വാഗതം പറഞ്ഞു. മുൻ മുനിസിപ്പൽ ചെയർമാൻ KP ബാബു പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ആശാവർക്കർമാരുടെ സേവനമെന്ന് പറയുന്നത് 24 മണിക്കൂറുമാണ്. ഏത് വീട്ടിലാണ് അത് ആവശ്യമായി വരുന്നത് അവിടെ ഓടിയെത്താൻ കേരളത്തിലെ ആശാ വർക്കർമാർ തയ്യാറാണ് എന്നുള്ളതാണ് കഴിഞ്ഞ വർഷങ്ങളായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ആശാ വർക്കർമാർ ജീവിക്കാൻ ബുദ്ധിമുട്ടുകയാണ്. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുന്നു. തങ്ങളുടെ കുടുംബ പ്രാരാബ്ദങ്ങൾക്ക് പരിഹാരമില്ല. കിട്ടുന്ന 700 രൂപ എന്ന് 7000 രൂപ എന്ന് പറഞ്ഞാൽ ലോകത്ത് ഇത്രമാത്രം കുറഞ്ഞ ഒരു വേതനം ലഭിക്കുന്ന വേറൊരു സമൂഹമില്ല. അതുകൊണ്ടാണ് അവർ തങ്ങളുടെ വേതനം 21,000 രൂപയായി വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെടുന്നത്. നമുക്കൊരു സംശയമുണ്ട്. ആ സംശയം വേറൊന്നുമല്ല, കേരളം ഭരിക്കുന്നത് ആരാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് ഓർമ്മിക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലേക്ക് വരുന്നത് കേരളത്തിലെ നിർധനരുടെയും പാവപ്പെട്ടവരുടെയും പിന്തുണ കൊണ്ടാണ്. ചന്ദ്രലേഖ ശശിധരൻ, ബാബു ഏലിയാസ്, ബേസിൽ തണ്ണിക്കോട്ട്, ഗോപി മുട്ടത്ത്, ജിജി സാജു, ഭാനുമതി രാജു, അലി പടിഞ്ഞാറേച്ചാലിൽ, KE ജേക്കബ്, മൈദീൻ PV, ജിജോ കവളങ്ങാട്, വിൽസൺ കൊച്ചുപറമ്പിൽ, KC ജോർജ്, CJ എൽദോസ്, സുരേഷ് ആലപ്പാട്ട്, അനിൽ രാമൻ നായർ, ആന്റണി കോട്ടപ്പിടി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.